മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ. എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രഭാവോദര വന്ദനം അറിയിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് വരാം. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. ഇവിടെ 2 കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ലോകസ്ഥാപനത്തിന് മുമ്പുള്ള നിത്യതയെക്കുറിച്ച് പറയുകയാണ്. നിത്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യം പത്രോസ് ആരംഭിക്കുന്നത്. എന്നാൽ അവസാനിപ്പിക്കുന്ന നിത്യതയെക്കുറിച്ച് പറഞ്ഞ് അന്ത്യകാലത്തെക്കുറിച്ചാണ്. അന്ത്യകാലത്ത് എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് അന്ത്യകാലം ആരംഭിച്ചത്? അഥവാ അടുത്ത നിത്യതയ്ക്ക് മുമ്പുള്ളതായ കാലഘട്ടമാണ് അന്ത്യകാലം. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവൻ എന്നാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ വരവ്, അവിടുത്തെ ക്രൂശമരണം, അവിടുത്തെ ഉയർപ്പ്, അവിടുത്തെ സ്വർഗാരോഹണം എന്നും ഉള്ളത് അവിചാരിതമായ സംഭവമല്ല എന്നും അത് ദൈവത്തിന് നിത്യ പദ്ധതിയായിരുന്നു എന്നും ഇവിടെ പത്രോസ് പറയുകയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് അഥവാ കഴിഞ്ഞ നിത്യതയിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മളതിൻ്റെ 19-ാം വാക്യത്തിൽ വായിച്ചതുപോലെ കുഞ്ഞാടായിട്ട് നിർദോഷനും നിഷ്കളങ്കനുമായ കുഞ്ഞാടായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ആ നിർദോഷനും നിഷ്കളങ്കനുമായ കുഞ്ഞാട് ലോകസ്ഥാപനത്തിന് മുമ്പ് നമുക്ക് വേണ്ടി യാഗമാകുവാൻ ദൈവം ഒരുക്കിയിരുന്നു. അഥവാ ലോകസ്ഥാപനത്തിന് മുമ്പ്, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തിന്റെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവിടുത്തെ ക്രൂശമരണത്തിന്റെ പദ്ധതിയിലൂടെ ദൈവം ഒരുക്കി. ഇത്രയും ശ്രേഷ്ഠമായ രക്ഷയാണ് ഒരു കഷ്ടം അനുഭവിക്കുന്ന രക്ഷിതാവായി നിത്യതയിൽ തന്നെ നമ്മുടെ കർത്താവിനെ നിയമിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ പത്രോസ് പറയുന്നത്. ഇവിടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് പറയുകയാണ്, കഴിഞ്ഞ നിത്യതയിൽ തന്നെ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്ന, നിങ്ങൾ ആർക്കു വേണ്ടി പീഡ സഹിക്കുന്നോ ആ കർത്താവിനെ നിങ്ങളുടെ രക്ഷയ്ക്കായി പീഡ സഹിക്കുവാൻ, കഷ്ടം സഹിക്കുവാൻ ദൈവം കഴിഞ്ഞ നിത്യതയിലെ ഒരുക്കി എന്ന് ഓർപ്പിക്കുകയാണ്. ഇത് കഷ്ടം സഹിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ്, പ്രചോദനമാണ്, മുന്നോട്ട് പോകാൻ ധൈര്യം നൽകുന്നതാണ്. ഇവിടെ പത്രോസ് പറയുന്ന മറ്റൊരു കാര്യം, ഇത് ദൈവത്തിന്റെ സർവജ്ഞാനത്തെയാണ് കാണിക്കുന്നത്. മാത്രമല്ല ദൈവത്തിന്റെ നിശ്ചയമായ പദ്ധതിയാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി നിശ്ചയമായിട്ട് നടക്കും എന്നതാണ്. മാത്രമല്ല ദൈവത്തിന്റെ മുൻഗണനയാണ് കാണിക്കുന്നത്. ലോകം ഉണ്ടാകുന്നതിനേക്കാൾ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും സൃഷ്ടിക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യപരിപാടി ദൈവം ക്രമീകരിച്ചു എന്ന് പറയുമ്പോൾ ദൈവം എത്ര വലിയ പദ്ധതിയാണ് കരുതിയിരിക്കുന്നത്. ആ മഹത്വം നാം മനസ്സിലാക്കി ആ കർത്താവിന് വേണ്ടി ജീവിക്കണം. മാത്രമല്ല പത്രോസ് തന്റെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ദൈവം കാണിച്ചു തന്ന പുരുഷനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ ആ മുന്നറിവിനാലും സ്ഥിരനിർണയത്താലും ഏൽപ്പിച്ചു തന്നിട്ടാണ് ആ പാപികളായ മനുഷ്യര്
കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ മുന്നറിവിലും സ്ഥിരനിർണയത്തിലും പറയാപ്പെട്ട കാര്യമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ 1-ാം അധ്യായത്തിന് 3 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ലോകസ്ഥാപനത്തിനു മുമ്പ് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അഥവാ നമുക്ക് വേണ്ടി രക്ഷകനെ ഒരുക്കിയപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടവരെയും ദൈവം അതിനായി തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ ഈ കഷ്ടം അനുഭവിക്കുന്ന വിശ്വാസികൾ ഉള്ളത് ഒരു കഷ്ടം അനുഭവിക്കുവാൻ ബലപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുത്തു. മാത്രമല്ല, അവിടുന്ന് നമ്മളെ മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു. എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിഞ്ഞതും മുൻ നിയമിച്ചതുമായ കാര്യം. അങ്ങനെ മുന്നറിഞ്ഞതും മുൻ നിയമിച്ചതുമായ വലിയ പദ്ധതിയുടെ ഭാഗമായി തീരുവാനുള്ള വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അടുത്തതായിട്ട് പത്രോസ് പറയുന്നത്, അവൻ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. അഥവാ ഈ കൃത്യസമയത്ത് ദൈവം ഒരുക്കിയ സമയത്ത് കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ആ ദൈവത്തിന്റെ പദ്ധതി ദൈവം കൃത്യസമയത്ത് പൂർത്തീകരിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവർ, ദൈവം നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഒരിക്കലും അത് മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യനെ തള്ളിക്കളയാതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന് പൂർത്തീകരിക്കണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ഒന്നും ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ തടസ്സമല്ല. നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ഇവിടെ ഇതാ കർത്താവ് വെളിപ്പെട്ടു. കർത്താവ് വെളിപ്പെട്ടതോടുകൂടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വെളിപ്പെട്ടതെന്ന്, ഒന്നാമത് അന്ത്യകാലം ആരംഭിച്ചിരിക്കുന്നു എന്ന് അത് വെളിപ്പെടുത്തുകയാണ്. ഇനി അധികം സമയമില്ല. കർത്താവിന്റെ 1-ാമത്തെ വരവ് അന്ത്യകാലത്തിന്റെ ആരംഭമാണ്. മാത്രമല്ല, യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ മടിയിൽ നിന്ന് ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി, സത്യദൈവത്തെ, ഏകസത്യദൈവമായ അവിടുത്തെ അറിഞ്ഞ പുത്രനെ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. മാത്രമല്ല, മരണാനന്തര ജീവിതം ഉണ്ട് എന്നുള്ളത് ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ വെളിപ്പെടുത്തി. മാത്രമല്ല, പുനരുത്ഥാനത്തെ ശരീരം എങ്ങനെയാണെന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാന പ്രത്യക്ഷതയിലൂടെ വെളിപ്പെടുത്തി. മാത്രമല്ല, സ്വർഗാരോഹണത്തിലൂടെ സ്വർഗത്തിലേക്ക് നാം ഒരു ദിവസം പോകും എന്നുള്ള വസ്തുത വെളിപ്പെടുത്തി. മാത്രമല്ല, ഇബ്രാഹിം ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 28-ാമത്തെ വാക്യം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് പാപം കൂടാതെ പ്രത്യക്ഷനാകും. ഇനിയും വെളിപ്പെടാൻ പോവുകയാണ്. ഒരിക്കൽ പാപികളുടെ രക്ഷയ്ക്കായിട്ട് വെളിപ്പെട്ടെങ്കിൽ, ഇനി ഇതാ വിശ്വസിച്ചവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് പാപം കൂടാതെ വീണ്ടും വെളിപ്പെടും. ഈ വസ്തുതകളെല്ലാം ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ, വെളിപ്പെടലിൽ നമുക്ക് ലഭിക്കാൻ ഇടയായി. മാത്രമല്ല, അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആണ് കർത്താവ് വെളിപ്പെട്ടത്. അപ്പോൾ കർത്താവ് മുഖാന്തരമാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന. കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് കർത്താവ് പറഞ്ഞു. ആ കർത്താവ് മുഖാന്തരമല്ലാതെ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ആ നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാട് അറക്കപ്പെട്ടത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ആ ക്രിസ്തുവിലൂടെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഇടയായി. ക്രിസ്തു അല്ലാതെ ദൈവത്തിലേക്ക് മറ്റൊരു വഴിയില്ല. ആ ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നു. അങ്ങനെ ആ വലിയ വസ്തുത നമുക്ക് അനുഭവിപ്പാനും ആ ക്രിസ്തുവിലായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് ആ ക്രിസ്തുവിനായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എനിക്കായി തൻ ചങ്കിലെ രക്തം മറുവിലയായി കൊടുത്തന്നെ വാങ്ങി. എനിക്കായി തൻ ചങ്കിലെ രക്തം മറുവിലയായി കൊടുത്തന്നെ വാങ്ങി. നിന്റെ ഇഷ്ടമല്ല